എന്ത് ചെയ്യാം? അവിടേക്ക് പോകരുത്. പക്ഷേ അത് കുഴിയാണ്, പോവല്ലേ? അനങ്ങല്ലേ മോളെ, ഏട്ടാ അങ്ങോട്ട് വരാം. അവിടെ നിൽക്കുന്ന അപകടമാണ്, പോവല്ലേ? അടുത്ത് വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ ചാടും. മോളെ എന്റെ അടുത്തേക്ക് വരരുതെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നത് പ്ലീസ്. ഞാൻ ചാടും. കേക്ക് മുറിക്കാനേ? അതെ, എന്റെ ക്ഷമയെ നശിച്ചു. നമുക്ക് മുറിക്കാം. വിക്രമിനെയും വർഷയും വിളിക്കാൻ പോയ വന്ദനയും കാണാനില്ലല്ലോ. അത് ശരിയാണല്ലോ. എങ്കിൽ ഞാൻ പോയി നോക്കട്ടെ. വേണ്ട, അവരിങ്ങ് വന്നോളും. എന്നാലും അങ്ങനെയല്ലല്ലോ. വന്ദന അവരെ വിളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ടേ വരും. പക്ഷെ നീ അവിവേകൊന്നും കാണിക്കരുത്. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ച് മതിയായി. അടുത്ത് വരരുതെന്നാ പറഞ്ഞത്. ഞാൻ ചാടും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ അടുത്തേക്ക് വരരുത്. വർഷേ, വർഷങ്ങൾക്ക് എന്തൊക്കെയോ താങ്ങാനാകാത്ത പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നു. ഒന്നും നമ്മളോട് വിട്ടു പറയില്ല. എപ്പോഴും കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞുള്ള ജീവിതമായിരുന്നല്ലോ അവളുടേത്. വിവാഹം കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ മുന്നിൽ അങ്ങനെയാണല്ലോ അവൾ പെരുമാറിയിരുന്നത്. പണക്കാരനായ ഭർത്താവിനൊപ്പം അല്ലലില്ലാതെ അവൾ കഴിയുന്നുവെന്ന സന്തോഷം നമുക്കുണ്ടെന്ന് അവൾക്കറിയായിരുന്നു. അതങ്ങനെ തന്നെ തുടർന്നോട്ടെ എന്ന് കരുതിയ സങ്കടങ്ങളൊന്നും പുറത്തു പറയാതെ എന്റെ കുഞ്ഞ് ചിരിച്ചു കളിച്ചത്. കയ്പ് നീര് കുടിച്ചിട്ടാ അവള് നമ്മുടെ നേരെ മധുരം വെച്ച് നീട്ടിയത്. അല്ലേ ചന്ദ്രു? കുഞ്ഞ് നഷ്ടപ്പെട്ട് ദുഃഖം മറന്ന് സന്തോഷിക്കാൻ അവള് വന്നത്. എന്റെ മോള് അറിയാതമ്മ, വർഷയ്ക്കൊന്നും സംഭവിക്കില്ല. അവളെ ജീവനോടെ നമുക്ക് കിട്ടും. എനിക്ക് വർഷയ്ക്കും പ്രസവിക്കും ഭാഗ്യമില്ലാതെ പോയവരാ. ആ ദുഃഖം മറന്ന് എല്ലാരെയും സന്തോഷിപ്പിക്കണമെന്ന് ഇന്നലെ അവൾ എന്നോട് പറഞ്ഞത്. അവൾ എവിടെ പോകാനാ അമ്മ? തിരിച്ചു വരും.